Good morning, everyone. ഇത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിന്റെ നെക്സ്റ്റ് സെക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇന്നലത്തെ ക്ലാസ്സിൽ ലാംഗ്വേജ് എന്താണെന്നും കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൂളാണ്, ഭാഷ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതല്ല. കമ്മ്യൂണിക്കേഷന് ഭാഷ ഉപയോഗിക്കണമെന്ന് നിർബന്ധമല്ല. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, സൗണ്ട്സ് നമ്മൾ പുറപ്പെടുവിക്കുന്ന സൗണ്ട്സ്, അതർ ആനിമൽസ്, എല്ലാ ലിവിങ് തിങ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹ്യൂമൻ ബീങ്സ് മാത്രമേ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുള്ളൂ, ഭാഷ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ടൂളാണ്. വേറെ പല ടൂളുകളും അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ആവശ്യം വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. What is technical communication? The goal of technical communication is to transmit important information effectively and efficiently. Okay, so that it allows you and the people around you to do your jobs well. ഓക്കെ, അപ്പൊ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജോലി ആസ് എഞ്ചിനീയേഴ്സ്, ആസ് പ്രൊഫഷണൽസ്, നമ്മുടെ ജോലി ശരിക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതിനുള്ള കമ്മ്യൂണിക്കേഷനാണ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. അത് വെറുതെ അല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജംബിൾഡ് ആയിട്ട് പറയുന്നതിനല്ല ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും നമ്മുടെ ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ്, ടെക്നിക്കൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Okay, now technical communication forms, different forms of technical communication. മൂന്ന് തരം ആണ് ഉള്ളത്: written, visual or oral and collaborative. written ഏതൊക്കെ തരമാണ്? റിപ്പോർട്ടുകൾ, ഇമെയിലുകൾ, പ്രപ്പോസൽസ്, നമ്മുടെ പ്രോജക്ട് പ്രപ്പോസൽസ്, ഇൻസ്ട്രക്ഷൻസ്, മാനുവൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ, ടെക്നിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് റിട്ടൺ ഫോം. പിന്നെ ഉള്ളത് വിഷ്വൽ ഓർ ഓറൽ ഫോം, പ്രസന്റേഷൻസ്, വീഡിയോസ്, ഇൻഫർമേഷൻ ഗ്രാഫിക്സ്, പോസ്റ്റേഴ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, ഡയഗ്രാംസ്, ചാർട്ട്സ്, ഗ്രാഫ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് വിഷ്വൽ അല്ലെങ്കിൽ ഓറൽ. ഓക്കെ, നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു പ്രസന്റേഷൻ, ഒരു കോൺഫറൻസിനോ ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് വിഷ്വൽ അല്ലെങ്കിൽ ഓറൽ. ഇത് രണ്ടും കൂടാതെ ടീമുകളിൽ വർക്ക് ചെയ്യുമ്പോൾ കൊളാബറേറ്റീവ് മെത്തേഡ്സ് പലതും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിനുവേണ്ടി വെബ് ഇന്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് ഈ കൊളാബറേഷൻ ചെയ്യാം. എപ്പോഴാണ് നമ്മൾ ഈ ഓരോ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതെന്ന് ഉള്ളതനുസരിച്ചിരിക്കും നമ്മളൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, സോ അത് ഏറ്റവും താഴെ ആ പിങ്ക് ലൈന് നിങ്ങൾക്ക് കാണാം. ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ നോസ് വെൻ ആൻഡ് ഹൗ ടു ബ്ലെൻഡ്, ഒന്നിച്ച് ഏത് രീതിയിൽ ഇതിനെ കൊണ്ടുപോകണം എന്ന്, ഈ ഫോംസിനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്ററിനെ അറിയാം. എങ്ങനെയാ അത് സെലക്ട് ചെയ്യുന്നത്? ഓഡിയൻസിനെ അനുസരിച്ച്, അവരുടെ നമ്മൾ എന്താണോ അവർ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതേ ബേസ് ചെയ്തിട്ട് വേണം നമ്മളുടെ പ്രസന്റേഷനും ഏതൊക്കെ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ഒരു ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഏറ്റവും കൂടുതൽ സമയം ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അത് ലെറ്ററിലൂടെ ആകാം, മെമ്മോസിലൂടെ ആകാം, റിപ്പോർട്ടുകളിലൂടെ ആകാം, ഇറ്റ് ക്യാൻ ബി ത്രൂ പ്രസന്റേഷൻസ്, കോൺഫറൻസുകളിലൂടെ ആകാം, പേപ്പർ എഴുതുന്നതിലൂടെ ആകാം. അങ്ങനെ പല രീതിയിൽ ഒരു പ്രൊഫഷണൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകുന്നത്, പല ജോലികളിൽ എക്സ്പേർട്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ റിലേഷൻഷിപ്പ് എന്താ പറയാ ഇൻക്രീസ് ചെയ്യാനും അവരുടെ എക്സ്പെർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാനും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യാനും എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ജോലി നന്നായി ചെയ്യാനും പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതും ഗുഡ്
technical communication. So it helps not only to do our duties, to learn new skills and maintain good working relationships. Okay, so good working relationships maintain ചെയ്യാനായിട്ടും നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാനും നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഓക്കെ, നൗ എപ്പോഴാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത്? ഞാൻ നിങ്ങളോട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ HOD ആയിരുന്നു പുള്ളിക്കാരൻ. PhD നെറ്റ്വർക്കിംഗിലാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ നെറ്റ്വർക്കിംഗ് ആണ് ഞങ്ങൾക്ക് എടുത്തു തരുന്നത്. ഈ നെറ്റ്വർക്കിംഗ് എടുത്തു തരുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തൊക്കെയോ നിന്ന് പറയും. നല്ല നോളജ് ഉള്ള വ്യക്തിയാണ് പുള്ളിക്കാരന്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കറക്റ്റുമാണ്. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് ഒന്നും പറഞ്ഞു തരില്ല. പുള്ളി അസ്യൂം ചെയ്യാണ് പുള്ളി പറയുന്ന ആ സ്റ്റെപ്പ് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്തൊക്കെയോ പഠിച്ച് പോയി പരീക്ഷ എഴുതി പാസ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. Sometimes incredibly knowledgeable people, they forget to consider who they are talking to and why they are talking that particular thing to them. ഓക്കെ, എന്നിട്ട് അവര് ഫോക്കസ് ചെയ്യുന്നത് എന്തേല, അവർ പറയുന്ന കാര്യത്തിൽ, അവരുടെ നോളജിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് ലീഡ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അപ്പൊ സംസാരിക്കുന്ന വ്യക്തിയും ഓഡിയൻസും തമ്മിലുള്ള ആ മനസ്സിലാക്കലിന്റെ നോളജിന്റെ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നതിൽ വരുന്ന ഗ്യാപ്പാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും? വളരെ സിമ്പിളാണ്. ഓഡിയൻസിന്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുക. അവരേത് ലെവൽ വരെ എഡ്യൂക്കേഷൻ നടന്നിട്ടുണ്ട്. ബിടെക്കിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് അറിയാമെന്ന് അസ്യൂം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആദ്യമായിട്ട് വന്ന് പഠിക്കുമല്ലേ, അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നോളജ് എന്തുമാത്രം ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ +2-ലും +1-ലും 10-ലും എന്തൊക്കെ പഠിച്ചു, അതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ടീച്ചർ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അവരുടെ ഇനി പഠിപ്പിക്കുന്ന സമയത്ത് ടെക്നിക്കൽ നോളജ് മാത്രമല്ല, മറ്റുള്ള വാല്യൂസ്, അവരുടെ നീഡ്സ്, അവരുടെ അല്ലാത്ത പേഴ്സണൽ കാര്യങ്ങളും കൂടെ ടീച്ചർ അറിഞ്ഞിരിക്കണം. അപ്പൊ മാത്രമാണ് ഓഡിയൻസിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഈ ഗ്യാപ്പ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ആസ് എഞ്ചിനീയേഴ്സ് എന്താണ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷന്റെ റോൾ? ഒന്ന്, ആസ് എഞ്ചിനീയേഴ്സ് നമുക്ക് നമ്മുടെ ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മുടെ സീനിയേഴ്സിനോട് നമുക്ക് പ്രസന്റ് ചെയ്യണം. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ പല ലെവലുകളിൽ പല നോളജ് ഉള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് നമ്മളുടെ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ചോ നമ്മളുടെ പർട്ടിക്കുലർ പ്രോജക്റ്റിനെ കുറിച്ചോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരാം. ഡിസ്കഷൻസ് ഉണ്ടാവാം, ഡിബേറ്റുകൾ ഉണ്ടാകാം, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാവാം. അങ്ങനത്തെ പലതരം കമ്മ്യൂണിക്കേഷൻ വേണം. ദാറ്റ് ഇസ് വൈ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നൗ സം ടിപ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഒരു സ്കില്ലാണ്, അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് ഗുഡ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. തെറ്റുകളിൽ നിന്നും നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യണം. പുതിയതായിട്ട് ഓരോന്നും നമ്മൾ ചെയ്തു നോക്കിയാണ് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, എവിടൊക്കെ അത് എഫക്റ്റീവ് ആണ്, എങ്ങനെയാണ് ഓഡിയൻസിന്റെ റെസ്പോൺസ്, ഫീഡ്ബാക്കിലൂടെ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് സത്യത്തിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ ഇതുപോലെ ലെക്ചേഴ്സിൽ നിന്നോ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു സ്കില്ലും. എല്ലാം യു ക്യാൻ ലേൺ ആൻഡ് ഇംപ്രൂവ് ത്രൂ എക്സ്പീരിയൻസ്. ഓക്കെ, എന്നാലും there are some things which you can look at, be ready with. That is tips for effective communication. ചില ടിപ്സ്, എല്ലാം ഒന്നും അല്ല പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ കാര്യം, you must recognize that ഈ ഇൻഫർമേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പ്രോസസ്സിലൂടെ നടക്കുന്ന കാര്യമാണ്.
ഓക്കെ, ഇനി നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓഡിയൻസിന്റെ പൾസ് അനുസരിച്ചാണ്, അവരുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സോ ഇറ്റ് ഈസ് എ പ്രോസസ് which changes dynamically and should be creative. നേരത്തെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോഴാണ് നമ്മൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കത്തുള്ളൂ. എത്ര പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് പോയാലും ഓർത്തോണം, ഓഡിയൻസിനെ ഇതിന്റെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറ് ആയിരിക്കും. ഒന്ന്. രണ്ട്, ഓഡിയൻസിന്റെ ആവശ്യവും ഓഡിയൻസിന്റെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനുള്ള ആ കപ്പാസിറ്റിയും നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും, അവർക്കൊന്നും പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഓഡിയൻസ് ഈസ് ദി കസ്റ്റമർ. നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസ് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവിടെ വന്നിരിക്കുന്നത് ആ ആവശ്യം നടക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എത്ര വലിയ ഓഡിയൻസ് ആണെങ്കിലും എത്ര ചെറിയ ഓഡിയൻസ് ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് പറ്റണം. മസ്റ്റ് ബി എ ടു-വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് ലെക്ചേഴ്സ് ഇടാണ്. കമന്റ് സെക്ഷൻ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, വേറൊരു രീതിയിലും, കാരണം ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, വേറൊരു രീതിയിലും എനിക്ക് ഫീഡ്ബാക്ക് കിട്ടത്തില്ല. സംശയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ടോ അത് കൂടുതൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യാനായിട്ടോ എനിക്ക് കിട്ടത്തില്ല ആസ് എ ടീച്ചർ. ഓക്കെ, സോ അതുകൊണ്ടാണ് എല്ലാ ലെക്ചർ കഴിഞ്ഞും എല്ലാ വീഡിയോസ് കഴിഞ്ഞിട്ട് എൻഡിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് giving you an opportunity for giving me some feedback. അതിൽ നിന്നും എനിക്ക് ഈ പറയുന്ന ലെക്ചേഴ്സിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്ററിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റർ തന്നെ. ദാറ്റ് ഈസ്, ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആസ് എ ടീച്ചർ. ഞാൻ വളരാനും സമയത്തിനനുസരിച്ച് മാറാനും ഞാൻ റെഡി ആയിരിക്കണം. അന്നെങ്കിൽ മാത്രമാണ് എനിക്കിപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചോക്കും ബോർഡും മാത്രമേ ഉണ്ടായിരുന്നു, പ്രസന്റേഷൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, കാലം മാറിയതിനനുസരിച്ച് ഞാൻ പ്രസന്റേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു. ഞാൻ ഇപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു, ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു, വാട്സാപ്പ് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു. അങ്ങനത്തെ പല കാര്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് മാറാൻ ടീച്ചേഴ്സ് പഠിച്ചിരിക്കണം. ബിക്കോസ് വി ആർ ഓൾസോ കമ്മ്യൂണിക്കേറ്റിംഗ് ടു യു. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ ആസ് എ കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റേണ്ടത്. ഓക്കെ, വി മസ്റ്റ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് ആൻഡ് സീ എവറി ഡേ ഹൗ വി ക്യാൻ ബിക്കം മോർ ഇഫക്റ്റീവ്. ഓക്കെ, ഇനി ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്. എന്തൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് വർക്ക് പ്ലേസിൽ? ഇതെല്ലാം ഒന്നും നമ്മൾ ചിലതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്, ബട്ട് എല്ലാം ഒന്നും വി വിൽ നോട്ട് ബി ലുക്കിംഗ് അറ്റ്. ഓരോ കമ്പനിക്ക് ഓരോ ജോബിനും ഒരു പർട്ടിക്കുലർ സ്റ്റൈലും സ്റ്റാൻഡേർഡും ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ആ സമയത്താണ് നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇൻ ജനറൽ നമുക്ക് പല റിട്ടേൺ ഡോക്യുമെന്റ്സ് ആസ് എ പ്രൊഫഷണൽ ഇൻ ദ വർക്ക് പ്ലേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒരു പരിധി വരെ, എസ്പെഷ്യലി ഗ്ലോബൽ ലാംഗ്വേജ് തൽക്കാലം ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാനായിട്ട് ഒരുവിധം, തെറ്റായ കാര്യങ്ങൾ കൺവേ ചെയ്യാതിരിക്കാനായിട്ട് ഒരുവിധം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഭയങ്കര വലിയ ഗ്രാമറും ഭയങ്കര വലിയ വൊക്കാബുലറിയും ഒക്കെ വേണമെന്നല്ല പറയുന്നത്. അത്യാവശ്യം നമ്മളുടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാകാൻ പറ്റണം മറ്റുള്ളവർക്ക്. അതിനനുസരിച്ചുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, സോ എന്തൊക്കെയാണ് റിട്ടേൺ ഡോക്യുമെന്റ്സ്? പ്രോഗ്രസ് റിപ്പോർട്ട്സ്. ഞാൻ ഒരു ടീമിന്റെ ലീഡറാണ്. എല്ലാ ആഴ്ചയിലും സീനിയേഴ്സിന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, നിങ്ങൾ സീനിയേഴ്സിനോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പ്രോഗ്രസ് റിപ്പോർട്ട്സ്. പിന്നെ ലെറ്റേഴ്സ് ആൻഡ് ഡയറക്റ്റീവ് മെമ്മോസ്. ഓക്കെ, ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കസ്റ്റമറിനായിട്ടും സെയിൽസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിന് ഇങ്ങനെയൊക്കെ പല ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കുന്ന മെമ്മോസ്
നമ്മൾ എഴുതേണ്ടതായിട്ട് വരാം. ഓക്കെ, ഇനി എന്ത് കാര്യം എഴുതുമ്പോഴും വായിക്കുന്നയാൾക്ക് അത് ക്ലിയർ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ വാക്കുകളിൽ അല്ല. ഓക്കെ, അടുത്തത് റിട്ടൺ അല്ലാത്ത വേറെ കുറെ കാര്യങ്ങൾ, ഓറൽ ആൻഡ് വീഡിയോ പ്രസന്റേഷൻസ്, പ്രപ്പോസലുകൾ, പ്രോജക്റ്റിന്റെ പ്രപ്പോസലുകൾ, ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻസ്, വെബ് പേജസ്, റിസർച്ച് എഫക്റ്റീവ്ലി, അത് ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി റിസർച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവായിട്ട് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലാവണം, നമ്മൾ എഴുതുന്ന പേപ്പറുകൾ റിസർച്ച് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവണം. ഡിസ്കസ് ചെയ്യാനായിട്ട്, ഇന്നോവേഷൻസിനെ ഡിസ്കസ് ചെയ്യാനായിട്ട്, ഗ്ലോബൽ മാർക്കറ്റ് നെഗോഷിയേഷൻസ് ചെയ്യാനായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് റിസർച്ചിനും ബിസിനസ്സിനും ആവശ്യമുള്ളതാണ്. ഓക്കെ, പിന്നെ ഏതൊരു കമ്മ്യൂണിക്കേഷനും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, വി ഹാവ് എ സോഷ്യൽ ആൻഡ് എ മോറൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ ബിഹേവിയർ നമുക്ക് ഉണ്ടാവണം വെൻ വി റൈറ്റ് എനി ഡോക്യുമെന്റ് ഓർ ഗിവ് എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് സാധാരണഗതിയിൽ ടീം ലീഡർ ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി. Okay, so employees, if you are an employer, then you are responsible for your communication and the communication of your employees. Okay, so എപ്പോഴും ഏത് ഡോക്യുമെന്റേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത്, മറ്റുള്ളവർക്ക് അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. So these are some of the important ways in which technical communication is needed in the workplace. Okay, now what are the goals of technical communication? One, of course, to communicate or inform an audience about facts, concerns, questions, anything. Okay, ഒരു ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഒന്നാമത്തെ ഗോൾ. രണ്ടാമത്തെ ഗോൾ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാനായിട്ട്, ഡയറക്ഷൻസ് പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ഓഡിയൻസിന് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അടുത്തത്, ഇപ്പൊ ഞാൻ ഒരു പ്രോജക്ട് പ്രപ്പോസൽ സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ ഞാൻ ആ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യണം ദാറ്റ് എന്റെ പ്രോജക്റ്റ് ഗുഡ് ആണ്, അത് വർക്ക് ചെയ്യും, അത് മറ്റുള്ള പ്രോജക്ട്സിനെക്കാട്ടിലും ബെറ്റർ ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ടു പെർസ്വേഡ് ആൻ ഓഡിയൻസ് ടു ആക്സെപ്റ്റ് യുവർ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇപ്പൊ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ അതൊക്കെ ഓഡിയൻസിനെ പെർസ്വേഡ് ചെയ്യുക എന്നുള്ളതാണ് അതും കൊണ്ട് നമ്മൾ, ആ കമ്മ്യൂണിക്കേഷനും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ, ഇതേ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും എഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ വേണ്ടിയതും ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഓഡിയൻസിന് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് തോന്നണം. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും തമ്മിൽ ഒരു ബന്ധം, ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനുമാണ് അടുത്തത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് യൂസ്ഡ് ടു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് റാപ്പോ വിത്ത് യുവർ ഓഡിയൻസ് by managing work relationships or audience relationships, customer relationships ആകാം, ഏതെങ്കിലും സപ്ലയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനായിട്ട് ട്രസ്റ്റും റാപ്പോയും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെ. ഓക്കെ, സോ ദീസ് ആർ ദി ഗോൾസ് ഓഫ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. Now, what are some of the features of good technical communication? നമ്മൾ എഴുതുന്നതിലൂടെ ആണെങ്കിലും സംസാരത്തിലൂടെ ആണെങ്കിലും പ്രസന്റേഷനിലൂടെ ആണെങ്കിലും കോൺഫറൻസ് ആണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗുഡ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 ക്വാളിറ്റീസ് വേണം. ഒന്ന്, കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ്, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ജംബിൾഡ് അപ്പ് ആയിട്ട് പറയാതെ കൺസൈസ് ആയിരിക്കണം, സമറൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം, കൺസൈസ് ആയിരിക്കണം. കൊഹറന്റ് ആയിരിക്കണം, അതിന് മീനിങ് ഉണ്ടായിരിക്കണം, മനസ്സിലാക്കാനായിട്ട് ലോജിക്കൽ ആയിരിക്കണം. അല്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്ത ഫാന്റസി വേൾഡിലല്ല നമ്മൾ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഓഡിയൻസിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഗുഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ആക്യുറേറ്റ്, കറക്റ്റ് ആയിരിക്കണം, ക്ലിയർ ആകണം, കൺസൈസ് ഷോർട്ട് ആയിരിക്കണം, കൊഹറന്റ് മീനിങ് ഉണ്ടായിരിക്കണം, ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ദി ഓഡിയൻസ് ആയിരിക്കണം, ആ ഓഡിയൻസിന് ആവശ്യമായ രീതിയിൽ ആയിരിക്കണം. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് ഇൻഫർമേഷൻ നമ്മൾ ഈ എഴുതുന്ന കാര്യങ്ങളോ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിച്ച് നോക്കിയാൽ അറിയാം, എത്ര സിമ്പിൾ ആയിട്ട് എഴുതാൻ നോക്കിയാലും ഈ
ടെക്നിക്കൽ ആയിട്ടുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ പറയുന്ന ആക്യുറേറ്റും ക്ലിയറും കൺസൈസും കോഹറന്റും അപ്രോപ്രിയേറ്റും ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു അച്ചീവ് ദീസ് 5 ഫീച്ചേഴ്സ് ഇൻ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പക്ഷെ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, ഈ 5 കാര്യങ്ങൾ വേണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാക്സിമം പറ്റുന്ന അത്രയും ഇഫക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ കൺവേ ചെയ്യും. അതെപ്പോഴും ഈസി അല്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, വാട്ട് ആർ സം ഓഫ് ദി ചാനൽസ്? ഇന്നലെ നമ്മൾ ചാനൽസ് കണ്ടു. ആ ചാനൽസ് എല്ലാം ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷന് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ലിസണിങ്. നമ്മൾ കേൾക്കണം, എഴുതണം, റൈറ്റിംഗ്, സംസാരിക്കണം, സ്പീക്കിംഗ്, ഗ്രാഫ്സ്, ചാർട്ട്സ്, ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യണം, വിഷ്വൽസ് ആൻഡ് മാത്തമാറ്റിക്സ്. ടെക്നിക്കൽ ആയിട്ട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന്റെ ഫോർമുലകളും അതിന്റെ ഡെറിവേഷൻസും അതിന്റെ ഇപ്പൊ കോഡിംഗ് ആണെങ്കിൽ അതിന്റെ അൽഗോറിതംസും ഒക്കെ നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയണം. സർക്യൂട്ട് ഡയഗ്രാംസോ നമ്മുടെ മെക്കാനിക്കലിന്റെ ഡ്രോയിങ്സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് കഴിയും. ഈ 5 ഏരിയകളിൽ നമുക്ക് നോളജും ഉണ്ടായിരിക്കണം, സ്കില്ലും ഉണ്ടായിരിക്കണം. ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, വിഷ്വൽ, മാത്തമാറ്റിക്സ്. ഓക്കെ, ഈ വിഷ്വൽസും മാത്തമാറ്റിക്സും നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സാധാരണ ലെസൺസും കൊണ്ട് പഠിക്കാം. പക്ഷെ ലിസണിങ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല് ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് വരുന്നത്. സോ all engineers and technical professionals should have these 5 areasലുള്ള knowledge. ഈ 5 സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നമ്മുടെ തലയ്ക്കകത്തുണ്ടായ പോരാ നമ്മുടെ നോളജ്. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം, ഇത് മറ്റുള്ളവർക്ക് സഹായകരമാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഇഫക്റ്റീവ് ആണ്, യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യൂ. സോ വി നീഡ് ടു ബി ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. ആ സ്കില്ല് നമ്മൾ ത്രൂ ഔട്ട് അവർ ലൈഫ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് ഏരിയയിൽ വർക്ക് ചെയ്താലും ഇത് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ വിത്ത് ദിസ് I am concluding significance of technical communication. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, as I told you earlier, please do comment in the YouTube channel or contact me in any other way if you know how to contact. Okay, so thank you and have a great day. Don't forget to subscribe and to like the videos. Thank you.